2007 വേനൽക്കാലം. ഓൾഡ് ട്രാഫോർഡിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർ ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. ക്ലബിൽ അടിമുടി വലിയ മാറ്റങ്ങൾ വന്ന കാലമായിരുന്നു അത്. പ്രീമിയർ ലീഗ് കിരീടം തിരികെ പിടിച്ചതിനു പിന്നാലെ സർ അലക്സ് ഫെർഗൂസൺ ക്ലബിലേക്ക് ആഗോളതലത്തിൽ ശ്രദ്ധേയരായ ചില കളിക്കാരെ കൂടി എത്തിച്ചു. പോർട്ടോയിൽ നിന്ന് ബ്രസീലിയൻ മാന്ത്രികൻ ആൻഡേഴ്സൺ, സ്പോർട്ടിംഗ് ലിസ്ബണിൽ നിന്ന് പോർച്ചുഗീസ് വിസ്മയം നാനി, കൂടാതെ അർജന്റീനയുടെ പോരാളി കാർലോസ് ടെവസ്. വെയ്ൻ റൂണിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും അടങ്ങുന്ന യുണൈറ്റഡ് നിര ഇതോടെ യൂറോപ്പിലെ തന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ആക്രമണ സംഘമായി മാറി. പക്ഷേ റൊണാൾഡോയ്ക്ക് അതത്ര നല്ല കാലമായിരുന്നില്ല. സീസണിലെ രണ്ടാമത്തെ മത്സരം. എതിരാളികൾ പോർട്സ്മൗത്ത്. അവരുടെ തട്ടകമായ ഫ്രാറ്റൺ പാർക്ക് സ്റ്റേഡിയത്തിൽ വച്ചാണ് കളി. ഇംഗ്ലീഷ് ഫുട്ബോളിലെ ഏറ്റവും പരുക്കൻ ശാരീരിക ആക്രമണങ്ങൾ നടക്കുന്ന മൈതാനങ്ങളിലൊന്ന്. മാഞ്ചസ്റ്ററിന്റെ ആ 7-ാം നമ്പരുകാരന്റെ കാലുകളെ തടയാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ എന്ന് എതിരാളികൾക്കറിയാമായിരുന്നു. അവന് ശാരീരികമായി നേരിടുക, മനഃപൂർവ്വം പ്രകോപിപ്പിക്കുക. കളിയുടെ ആദ്യ മിനിറ്റ് മുതൽ പോർട്സ്മൗത്ത് താരങ്ങൾ റൊണാൾഡോയെ പൂട്ടാൻ തുടങ്ങി. ഓരോ തവണ പന്ത് കിട്ടുമ്പോഴും അവന്റെ കാലുകളിലേക്ക് എതിരാളികളുടെ ബൂട്ടുകൾ പാഞ്ഞടുത്തു. ഫൗളുകൾ ഒന്നൊന്നായി നടന്നിട്ടും റഫറി സ്റ്റീവ് ബെന്നറ്റ് മൗനം പാലിച്ചു. പോർട്സ്മൗത്ത് മിഡ്ഫീൽഡർ റിച്ചാർഡ് ഹ്യൂസിന്റെ നിരന്തരമുള്ള ശല്യപ്പെടുത്തലുകൾ ഒടുവിൽ റൊണാൾഡോയുടെ ക്ഷമയുടെ നെല്ലിപ്പലക തകർത്തു. അയാൾ ഹ്യൂസിന്റെ മുഖത്തോട് മുഖം ചേർത്ത് പിടിച്ചു. ലൈവ് ക്യാമറകൾ പന്തിലേക്ക് ഫോക്കസ് ചെയ്തിരുന്ന ആ സെക്കൻഡിൽ TV സ്ക്രീനുകളിൽ ആളുകൾ കണ്ടത് പെട്ടെന്ന് ഹ്യൂസ് പിന്നിലേക്ക് മാറുന്നതും റൊണാൾഡോ ദേഷ്യത്തോടെ നിൽക്കുന്നതുമാണ്. പക്ഷേ ഓടിയെത്തിയ റഫറി സ്റ്റീവ് ബെന്നറ്റ് ഒട്ടും ആലോചിച്ചില്ല. അദ്ദേഹം പോക്കറ്റിൽ നിന്നും ആ ചുവന്ന കാർഡ് പുറത്തെടുത്തു. സ്റ്റേഡിയം അമ്പരന്ന് നിൽക്കെ റൊണാൾഡോ എതിർക്കാൻ പോലും നിൽക്കാതെ തലകുനിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. മത്സരശേഷമുള്ള പ്രസ് മീറ്റിൽ മാഞ്ചസ്റ്റർ മാനേജർ സർ അലക്സ് ഫെർഗൂസൺ മാധ്യമങ്ങളോട് പൊട്ടിത്തെറിച്ചത് ചരിത്രമായി. എന്റെ പയ്യൻ അവിടെ എന്ത് തെറ്റാണ് ചെയ്തത്? അവൻ എന്തെങ്കിലും കുറ്റം ചെയ്തത് നിങ്ങൾ കണ്ടോ? പിന്നെ എന്തിനാണ് റഫറി ചുവപ്പ് കാർഡ് കൊടുത്തത്? പക്ഷേ അതിലൊന്നും ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ വഴങ്ങിയില്ല. റൊണാൾഡോയ്ക്ക് 3 മത്സരങ്ങളിൽ നിന്ന് വിലക്ക്. മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരായ ഡെർബി മത്സരം ഉൾപ്പെടെ ടീം മൈതാനത്ത് വിയർപ്പൊഴുക്കുമ്പോൾ ഗാലറിയിലെ നിശബ്ദനായ കാഴ്ചക്കാരനായിരിക്കേണ്ടി വന്ന ആ 3 ആഴ്ചകൾ അയാളെ വല്ലാതെ വേദനിപ്പിച്ചു. സ്വന്തം ടീം തോൽക്കുമ്പോൾ മൈതാനത്തേക്ക് ഓടിയിറങ്ങാൻ കഴിയാതെ VIP സീറ്റിലിരുന്ന് പല്ലിറമ്മിയ നിമിഷങ്ങൾ. കളിക്കളത്തിന് പുറത്തിരുന്ന് കളി കാണുന്നതിന്റെ വേദന എന്താണെന്ന് റൊണാൾഡോ അക്ഷരാർത്ഥത്തിൽ അറിഞ്ഞത് അക്കാലത്തായിരുന്നു. വിലക്ക് കഴിഞ്ഞ് തിരിച്ചെത്തിയ റൊണാൾഡോയെ മാഞ്ചസ്റ്ററിന്റെ സ്കിൽസ് ആൻഡ് ടെക്നിക്കൽ കോച്ചായ റെനെ മ്യൂലൻസ്റ്റീൻ തന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി. അദ്ദേഹം റൊണാൾഡോയെ പുതിയൊരു പരിവർത്തനത്തിന്റെ ഘട്ടത്തിലേക്ക് കൈപിടിച്ചു കയറ്റി. അദ്ദേഹം അവന് പുതിയൊരു ബാലപാഠം പറഞ്ഞുകൊടുത്തു. ഗോളുകൾ അടിക്കുന്നത് ഒരു കണക്കാണ്. പന്ത് കിട്ടിയാൽ എത്രയും വേഗം പോസ്റ്റിലേക്ക് എത്തിക്കുക. വെറുതെ ഡ്രിബിൾ ചെയ്ത് സെക്കൻഡുകൾ കളയുന്നതിനു പകരം അതിവേഗത്തിൽ ഫിനിഷ് ചെയ്യുക. തുടർന്ന് വലത് വിങ്ങിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ശൈലി റൊണാൾഡോ ഉപേക്ഷിച്ചു. സെന്റർ ഫോർവേഡായും ലെഫ്റ്റ് വിങ്ങറായും ബോക്സിനുള്ളിലെ ആക്രമണകാരിയായും ഒരേ സമയം അവൻ മൈതാനത്ത് രൂപം മാറി കളിക്കാൻ തുടങ്ങി. കളിക്കളത്തിലെ ശാരീരിക പ്രകോപനങ്ങൾക്ക് കാലുകൾ കൊണ്ടുതന്നെ മറുപടി നൽകാൻ റൊണാൾഡോ പുതിയൊരായുധം വികസിപ്പിച്ചെടുത്തു. പരിശീലനത്തിന് ശേഷം ടീം അംഗങ്ങളെല്ലാം മടങ്ങിയാലും ഓൾഡ് ട്രാഫോർഡിന്റെ മൈതാനത്ത്
ഗോൾ കീപ്പർ എഡ്വിൻ വാൻഡർ സാറിനെയും നിർത്തിയവൻ മണിക്കൂറുകളോളം ഫ്രീ കിക്കുകൾ അടിക്കാൻ തുടങ്ങി. പന്തിന്റെ വാൽവ് കൃത്യമായി താഴെ വരുന്ന രീതിയിൽ വെച്ച് കാൽവിരലുകൾ മുകളിലേക്ക് വളച്ച് പന്തിന്റെ കൃത്യം സെന്ററിൽ അടിക്കുന്ന ആ വിദ്യ. പന്തിന് സ്പിൻ നൽകാതെ വായുവിൽ അതിന്റെ സഞ്ചാരപഥം പ്രവചനാതീതമാക്കുന്ന ആ മാജിക് ഒടുവിൽ പൂർണ്ണമായി വഴങ്ങിയത് 2008 ജനുവരി 30-നാണ്. എതിരാളികൾ അതേ പോർട്സ്മൗത്ത്. തന്നെ ചുവപ്പ് കാർഡ് കാട്ടി പുറത്താക്കിയ അതേ ഫ്രാറ്റൺ പാർക്ക് മൈതാനം. 30 യാർഡ് അകലെ നിന്നും റൊണാൾഡോ തൊടുത്ത ആ ഷോട്ട് വായുവിൽ നിശ്ചലമായി നിന്ന് പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് താഴ്ന്നിറങ്ങിയപ്പോൾ ഗോൾ കീപ്പർ ഡേവിഡ് ജെയിംസ് സ്തബ്ധനായി നിന്നുപോയി. പിൽക്കാലത്ത് ഫുട്ബോൾ ലോകം നക്കിൾ ബോൾ എന്ന് വിളിച്ച ആ സിഗ്നേച്ചർ ഷോട്ടിന്റെ ഔദ്യോഗിക ജനനമായിരുന്നു അത്. ഡിഫൻഡർമാർ ഇനി തന്നെ ഇരയാക്കരുതെന്ന വാശിയിൽ റൊണാൾഡോ തന്റെ ഫിറ്റ്നസ് ലെവൽ അമാനുഷിക തലത്തിലേക്ക് മാറ്റിയെഴുതി. ജിമ്മിൽ മണിക്കൂറുകൾ ചെലവഴിച്ചവൻ കോർ മസിലുകൾ കരുത്തുറ്റതാക്കി. കാൽമുട്ടിലെ സ്പ്രിംഗ് പവർ വർദ്ധിപ്പിച്ചു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ആ സീസണിൽ എസ് റോമയ്ക്കെതിരെ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനൽ മത്സരം. കളിയുടെ 39-ാം മിനിറ്റിൽ പോൾ സ്കോൾസ് വലത് വിങ്ങിൽ നിന്നും ബോക്സിലേക്ക് ഉയർത്തി നൽകിയ ഒരു ക്രോസ്. റൊണാൾഡോ പെനാൽറ്റി ബോക്സിലേ ഇല്ലായിരുന്നു. ബോക്സിന് 30 യാർഡ് പുറകിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ നിന്ന അവൻ വായുവിലേക്ക് ഉയർന്ന പന്ത് ലക്ഷ്യമാക്കി ഫുൾ സ്പീഡിൽ കുതിച്ചെത്തി. പന്ത് താഴേക്ക് വരാൻ കാത്തുനിന്ന റോമൻ ഡിഫൻഡർമാർക്കിടയിലൂടെ ഒരു ട്രെയിൻ പാഞ്ഞുപോകുന്ന ഇമ്പാക്റ്റിൽ റൊണാൾഡോ നിലത്തുനിന്നും വായുവിലേക്ക് പറന്നു പൊങ്ങി. അതൊരു സാധാരണ ഹെഡർ ആയിരുന്നില്ല. തലകൊണ്ട് തൊടുത്ത ഒരു പവർഫുൾ ഷൂട്ടായിരുന്നു. മൈതാനത്ത് വേദന കൊണ്ട് പുളഞ്ഞുകിടക്കുമ്പോഴും റൊണാൾഡോയുടെ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നു. പന്ത് വലയിലുണ്ട്. എതിർ പരിശീലകൻ ലൂസിയാനോ സ്പെല്ലട്ടി പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. മത്സരശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ പ്രതിരോധം പരാജയപ്പെട്ടതല്ല. ഒരാൾ അത്രയും വേഗത്തിൽ ഓടിവന്ന് അത്രയും ഉയരത്തിൽ പറക്കുമ്പോൾ ലോകത്തെ ഏതൊരു കളിക്കാരനും നിസ്സഹായനാണ്. അവനൊരു ഫുട്ബോളർ മാത്രമല്ല, ഒരത്ഭുതമാണ്. അപ്പോഴേക്കും വലതു വിങ്ങിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ശൈലി റൊണാൾഡോ പൂർണ്ണമായും ഉപേക്ഷിച്ചിരുന്നു. മൈതാനത്തിന്റെ ഏത് കോണിൽ നിന്നും സെക്കൻഡുകൾ കൊണ്ട് ബോക്സിലേക്ക് ഇരച്ചു കയറുന്ന ഫ്രീ റോൾ അറ്റാക്കറായി അവൻ മാറി. റൂണിയും ടെവസും റൊണാൾഡോയും മൈതാനത്ത് പരസ്പരം സ്ഥാനം മാറിക്കളിച്ചപ്പോൾ എതിരാളികളുടെ ഡിഫൻഡർമാർ ആരെ മാർക്ക് ചെയ്യണമെന്നറിയാതെ തലകറങ്ങി. അങ്ങനെയിരിക്കെയാണ് 2008 ജനുവരി 12-ന് ഓൾഡ് ട്രാഫോർഡിലെ കൊടും തണുപ്പുള്ള ഒരു ശനിയാഴ്ച വൈകുന്നേരം ന്യൂകാസിൽ യുണൈറ്റഡിനെതിരായി മാഞ്ചസ്റ്റർ കളത്തിലിറങ്ങുന്നത്. കളിയുടെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഓൾഡ് ട്രാഫോർഡിലെ ആരാധകർ അസ്വസ്ഥരായിരുന്നു. സ്കോർ ബോർഡിൽ 0-0. 45 മിനിറ്റോളം മാഞ്ചസ്റ്റർ നിര എത്ര കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ന്യൂകാസിലിന്റെ പ്രതിരോധം പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. ഗാലറിയിൽ പതിയെ നിരാശ പടർന്നു തുടങ്ങി. എന്നാൽ വിസിൽ മുഴങ്ങി രണ്ടാം പകുതി തുടങ്ങിയപ്പോൾ ഇംഗ്ലണ്ട് കണ്ടത് അത്യസാധാരണമായ ചില സംഭവങ്ങളായിരുന്നു. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. രണ്ടാം പകുതി തുടങ്ങി 4-ാം മിനിറ്റിൽ ബോക്സിന് തൊട്ടു പുറത്തുനിന്നും മാഞ്ചസ്റ്ററിന് ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. കിക്കെടുക്കാൻ വരുന്നത് റൊണാൾഡോ. ന്യൂകാസിൽ ഗോൾ കീപ്പർ ഷെയ് ഗിവൻ വലിയൊരു മനുഷ്യ മതിലുയർത്തി കാത്തുനിന്നു.
കിക്ക് തൊടുക്കുമ്പോൾ ഗോളി ഉയർന്നു ചാടുമെന്ന് റൊണാൾഡോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് മുകളിലേക്കല്ല, എതിരാളികളുടെ കാൽ കീഴിലൂടെ അവൻ പന്ത് പായിച്ചു. ഗോൾ കീപ്പർക്ക് തടയാൻ കഴിയുന്നതിന് മുൻപേ തന്നെ പന്ത് വലയുടെ താഴത്തെ മൂലയിൽ. സമനിലയുടെ പൂട്ടുപൊട്ടി. പിന്നീടങ്ങോട്ട് മൈതാനത്ത് റൊണാൾഡോ എന്ന കൊടുങ്കാറ്റാഞ്ഞു വീശി. 70-ാം മിനിറ്റിൽ കാർലോസ് ടെവസ് ബോക്സിലേക്ക് മനോഹരമായി നീക്കി നൽകിയ പന്ത് ഓടിയെത്തിയ വേഗത്തിൽ തന്നെ റൊണാൾഡോ വലയിലാക്കി. സ്കോർ 3-0. ടെവസ് അപ്പോഴേക്കും ഒരു ഗോൾ നേടിയിരുന്നു. കളിയുടെ 88-ാം മിനിറ്റ്. ചരിത്രം കുറിക്കപ്പെട്ട നിമിഷം. ബോക്സിനുള്ളിൽ ഇടതുവശത്തായി റൊണാൾഡോയ്ക്ക് പന്ത് കിട്ടുന്നു. മുന്നിൽ ന്യൂകാസിൽ ഡിഫൻഡർ ജോസ് എൻട്രുക്കെ. ബോഡി ഫെയിന്റിലൂടെ എൻട്രുക്കെയെ കാഴ്ചക്കാരനാക്കിയവൻ പന്ത് ഇടതുകാലിലേക്ക് വെട്ടിത്തിരിച്ചു. ഒട്ടും സമയം പാഴാക്കാതെ സെക്കൻഡുകൾ കൊണ്ട് പോസ്റ്റിന്റെ മുകളിലേക്ക് വെടിയുണ്ട പോലൊരു ഷോട്ട്. ഓൾഡ് ട്രാഫോർഡ് ആവേശത്താൽ വിറങ്ങലിച്ചുപോയി. ആദ്യ 45 മിനിറ്റിൽ ഒരു ഗോൾ പോലും നേടാതിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടുത്ത 45 മിനിറ്റിൽ അടിച്ചുകൂട്ടിയത് 6 ഗോളുകൾ. റൊണാൾഡോയുടെ ഹാട്രിക്കിന് പുറമെ ടെവസിന്റെ ഇരട്ട ഗോളുകളും റിയോ ഫെർഡിനാൻഡിന്റെ ഒരു ഗോളുമായി 6-0 എന്ന കൂറ്റൻ സ്കോർ ടീം നേടി. ആ സീസണിൽ മാത്രം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി ആ 23-കാരൻ അടിച്ചുകൂട്ടിയത് 42 ഗോളുകൾ. പ്രീമിയർ ലീഗ് കിരീടം നിലനിർത്തിയ ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പറന്നിറങ്ങിയത് റഷ്യയിലെ മോസ്കോയിലേക്കായിരുന്നു. 2008 മെയ് 21. ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്ര ഫൈനൽ. എതിരാളികൾ ഇംഗ്ലീഷ് മണ്ണിലെ വൈരികളായ ചെൽസി. വൈകാരിക കൊടുങ്കാറ്റാണ് മൈതാനത്ത് റൊണാൾഡോയ്ക്കായി കാത്തിരുന്നത്. കളിയുടെ 26-ാം മിനിറ്റിൽ വായുവിൽ പറന്നുയർന്നവൻ നേടിയ ഹെഡർ ഗോൾ മാഞ്ചസ്റ്ററിന് മുൻതൂക്കം നൽകിയെങ്കിലും ഫ്രാങ്ക് ലാംപാർഡിലൂടെ ചെൽസി സമനില പിടിച്ചു. നിശ്ചിത സമയവും കഴിഞ്ഞ് മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി. ഷൂട്ടൌട്ടിൽ മാഞ്ചസ്റ്ററിനായി 3-ാമത്തെ പെനാൽറ്റി എടുക്കാൻ വന്നത് റൊണാൾഡോയായിരുന്നു. ഗാലറിയിൽ ശ്വാസം നിലച്ച സെക്കൻഡുകൾ. റൊണാൾഡോ പതിവ് പോലെ ഗോൾ കീപ്പർ പെറ്റർ ചെക്കിന്റെ മനസ്സ് വായിക്കാൻ ശ്രമിച്ചു. പക്ഷേ ചെക്ക് ആ ഷോട്ട് തട്ടിയകറ്റി. തകർന്നുപോയ ഹൃദയത്തോടെ മൈതാനത്ത് മുട്ടുകുത്തിയിരുന്നു പോയ ആ നിമിഷം തന്റെ കഠിനാധ്വാനം മുഴുവൻ ഒരൊറ്റ സെക്കൻഡിൽ അലിഞ്ഞു പോകുന്നതായി അവന് തോന്നി. താൻ കാരണം ടീം തോൽക്കാൻ പോകുന്നുവെന്ന ചിന്തയിൽ റൊണാൾഡോയുടെ കണ്ണ് നിറഞ്ഞു. എന്നാൽ മോസ്കോയിലെ മഴക്കുളിരിൽ കാൽ വഴുതിയ ചെൽസി ക്യാപ്റ്റൻ ജോൺ ടെറിയുടെ ഷോട്ട് പോസ്റ്റിൽ തട്ടിത്തെറിച്ചപ്പോൾ വിധിയുടെ ചക്രം വീണ്ടും തിരിഞ്ഞു. ഒടുവിൽ എഡ്വിൻ വാൻഡർ സാർ ചെൽസിയുടെ അവസാന കിക്ക് തടഞ്ഞിട്ട ആ സെക്കൻഡിൽ മാഞ്ചസ്റ്ററിലേക്ക് 3-ാം യൂറോപ്യൻ കിരീടം പറന്നിറങ്ങി. സഹതാരങ്ങൾ ആഹ്ലാദത്താൽ മതിമറന്നോടുമ്പോൾ പിച്ചിലെ പുല്ലിൽ കമിഴ്ന്നു കിടന്ന് പൊട്ടിക്കരയുകയായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ. മഡെയ്റയിലെ ദാരിദ്ര്യത്തിൽ നിന്നും മോസ്കോയിലെ ഈ കിരീടം വരെ എത്താൻ താൻ സഹിച്ച അപമാനങ്ങളുടെ ഭാരം മുഴുവൻ അവൻ ആ മൈതാനത്തേക്ക് ഒഴുക്കിക്കളയുകയായിരുന്നു. ആ സീസണിൽ റൊണാൾഡോ നടത്തിയ അമാനുഷിക പ്രകടനത്തിന് ലോകം നൽകിയ ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു 2008 ഡിസംബറിൽ അവനെ തേടിയെത്തിയ ബാലൻ ഡിയോർ പുരസ്കാരം. 1968 ജോർജ് ബെസ്റ്റിന് ശേഷം ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം ഈ പുരസ്കാരം നേടുന്നത് 40 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനെന്ന സിംഹാസനം സ്വന്തമാക്കിയെങ്കിലും ആ ഇരിപ്പിടം ഒട്ടും ശാന്തമായിരുന്നില്ല. 2008 അവസാന മാസങ്ങളിൽ സ്പാനിഷ് മാധ്യമങ്ങളിൽ ആ വലിയ വാർത്ത കത്തിപ്പടർന്നു. റൊണാൾഡോ റയൽ മാഡ്രിഡിലേക്ക് പോകുന്നു. കുട്ടിക്കാലം മുതൽ താൻ സ്വപ്നം കണ്ട വെള്ള ജേഴ്സി അണിയാൻ റൊണാൾഡോ ആഗ്രഹിച്ചപ്പോൾ
അവനെ വിട്ടുകൊടുക്കാൻ സർ അലക്സ് ഫെർഗൂസൺ തയ്യാറായിരുന്നില്ല. സ്പാനിഷ് ക്ലബിന്റെ നീക്കങ്ങളിൽ പ്രകോപിതനായ ഫെർഗൂസൺ മാധ്യമങ്ങളോട് പ്രഖ്യാപിച്ചു, റയൽ മാഡ്രിഡിന് ഞാൻ ഒരു പുല്ലും വിൽക്കില്ല. പിന്നെയാണ് റൊണാൾഡോയെ. പക്ഷേ ചുവന്ന ജേഴ്സിയിലെ അവന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഏറ്റവും മികച്ച ഫുട്ബോളർ എന്ന പദവിയിലേക്ക് റൊണാൾഡോ എത്തിയപ്പോഴേക്കും മൈതാനത്തിന് പുറത്തെ അവന്റെ സ്വകാര്യ ജീവിതം ബ്രിട്ടീഷ് പാപ്പരാസികളുടെ സ്ഥിരം വിഷയമായി മാറിക്കഴിഞ്ഞിരുന്നു. 2008 സ്പാനിഷ് മോഡലായ നെറീഡ ഗെല്ലാർഡോയുമായുള്ള റൊണാൾഡോയുടെ പ്രണയം പത്രങ്ങളിൽ വലിയ വാർത്തയായി. സ്പെയിനിലെ മയോർക്കൻ കടൽ തീരങ്ങളിലെ അവരുടെ അവധിക്കാല ആഘോഷങ്ങളും നിശാ ക്ലബ്ബുകളിലെ പാർട്ടികളും ക്യാമറ കണ്ണുകൾ ആഘോഷമാക്കി. റൊണാൾഡോയുടെ സമ്പത്തിലും പ്രശസ്തിയിലുമാണ് നെറീഡയ്ക്ക് താൽപര്യമെന്ന് അമ്മ ഡൊളോറസ് വിശ്വസിച്ചു. ലോകത്ത് മറ്റാരെക്കാളും സ്വന്തം അമ്മയുടെ വാക്കുകളെ കണ്ടിരുന്ന റൊണാൾഡോ ഒടുവിൽ അമ്മയുടെ ഇഷ്ടത്തിന് വഴങ്ങി ആ പ്രണയബന്ധം അവസാനിപ്പിച്ചു. റൊണാൾഡോയ്ക്ക് എക്കാലവും ആശ്വാസം കുടുംബം തന്നെയായിരുന്നു. സ്വന്തം കുടുംബത്തെ അവൻ എന്നും നെഞ്ചോട് ചേർത്ത് പിടിച്ചു.